ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഒരു ട്രിപ്പിന് വേണ്ടി പോവുകയാണ്. ആലപ്പുഴയിലേക്കാണ് ട്രിപ്പ്. ഫാമിലി ആയിട്ട് പോകുന്നതല്ല, ഓഫീസിൽ നിന്ന് പോകുന്നതാണ്. 10 മണിയാകുമ്പോഴത്തേക്കും എത്താനാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് തന്നെ ടൈമുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് ഓർത്തു. ഇന്നലെ തന്നെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അധികമൊന്നും പാക്ക് ചെയ്യാനുണ്ടായിരുന്നില്ല. 2 ദിവസത്തെ ട്രിപ്പാണ്. അങ്ങനെ ഓഫീസിൽ എത്തി ഞങ്ങൾ ബസ്സിൻ്റെ അടുത്തിട്ട് പോവുകയാണ്. ഞങ്ങളവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ബസ് വന്നത്. ബസ് വന്ന ഉടനെ തന്നെ ഞങ്ങളെല്ലാവരും ചാടി കയറി അതിനകത്ത്. പിന്നെ ബസ്സിൽ കയറി ഉടനെ തന്നെ ഒന്നും വണ്ടി ഇടിക്കില്ല, അതൊരു ആചാരമാണ്. അങ്ങനെ ചുമ്മാ പോസ്റ്റാക്കി ഇരുത്തും ബസ്സിൽ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വണ്ടി എടുത്തു. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു, അതെല്ലാവരും കുടിച്ചു. ഒരു റിസോർട്ടാണ് എടുത്തേക്കുന്നത്. റിസോർട്ടിൻ്റെ പേര് കളത്തിൽ ലേക്ക് റിസോർട്ട് എന്നാണ്. കഴിഞ്ഞ തവണ ട്രിപ്പിന് എനിക്ക് പോകാൻ പറ്റിയില്ല. ഇതുപോലെ തന്നെ കഴിഞ്ഞ തവണയും ട്രിപ്പ് ഉണ്ടായിരുന്നു. അന്ന് വയനാടായിരുന്നു പോയത്. എനിക്ക് ചെറിയൊരു ട്രാവൽ സിക്ക് ഉള്ളതുകൊണ്ട് തന്നെ പോകാൻ പറ്റിയില്ല. ഈ തവണ ആലപ്പുഴ ആയതുകൊണ്ട് അടുത്തായതുകൊണ്ട് ഞാൻ പോയി. പിന്നെ എല്ലാവരും പറയും ഇതുപോലെ പോയി മാറിക്കോളും. പക്ഷേ ഈ പ്രാവശ്യം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, യാത്ര സുഖമായിരുന്നു. ഇതൊരു വില്ല ടൈപ്പ് മോഡലാണ്. അങ്ങനെ ഞങ്ങൾ ചെക്കിനൊക്കെ ചെയ്തു റൂമിലോട്ട് പോയി. വില്ലയുടെ ചുറ്റും ലേക്ക് പോലെയാണ്, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമുക്ക് നല്ലൊരു പീസ്ഫുൾ ഫീൽ കിട്ടുന്ന ഒരു റിസോർട്ടാണ്. ഒരു റൂമിൽ 2 പേര് വെച്ച് അങ്ങനെയാണ് നിന്നത്. പിന്നെ ഞങ്ങൾ ബാഗൊക്കെ റൂമിലേക്ക് എടുത്തു വെച്ച് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് ഓർത്തു. റൂമായാലും അടിപൊളിയാണ്, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഇതൊക്കെയായിരുന്നു ഫുഡ്, അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. ലഞ്ച് ടൈം ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ ബാഗൊക്കെ ഫസ്റ്റ് റൂമിൽ വെച്ചിട്ട് ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് ഇറങ്ങിയത്. ആദ്യം തന്നെ ഞങ്ങൾ ബോട്ടിങ്ങിന് ഇറങ്ങിട്ടോ. ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. സൈക്ലിംഗ് ആയാലും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാനായിട്ടുണ്ട്. ആദ്യം ഈ ബോട്ടിങ് ചെയ്യാനായിട്ട് വലിയ പിടുത്തമൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം ഒരു പ്രാവശ്യം ചെയ്തു, അപ്പോൾ ചെറിയൊരു കൺഫ്യൂഷനായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമതും ഞാൻ ചെയ്തു. അത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടോ. നമ്മുടെ എവിടെയാ, ഇതാണോ? ഒരു കൺഫ്യൂഷൻ വന്നത് വേറെ ഒന്നുമല്ല, ഞങ്ങൾ കുറച്ച് കറങ്ങിയിട്ട് വന്നപ്പോഴത്തേക്കും ഏത് റൂമാണെന്നുള്ള കാര്യം മറന്നുപോയി. അപ്പോൾ അത് ഏത് റൂമാണെന്ന് കൺഫേം ആക്കിയതാണ് കണ്ടത്. വൈകിട്ട് 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ചായ കുടിച്ചു. റൂമിൽ കെറ്റിലുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ചായ ഉണ്ടാക്കി. വൈകിട്ട് 5:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ നടക്കാനിറങ്ങി. പിന്നെ പൂളിലിറങ്ങാനായിട്ടും കൂടി പോവാണ്. പൂളിൻ്റെ തൊട്ട് ചേർന്ന് തന്നെ കായലാണ്. You found the one, you should never give her up. I think it's the way life changes when in love, yeah. നൈറ്റ് ഇതായിരുന്നു ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഗെയിമൊക്കെ കളിച്ചു. ക്യാരംസ്,
ടെന്നീസ്, അങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കുറേ ലേറ്റ് ആയിട്ടാണ് കിടന്നതും. ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.